വളരെ 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 സീരിയസ് ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഒക്കെ ഭാവിനെ വരെ തീരുമാനിക്കാൻ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ട ഉടനെ നിങ്ങൾ മാക്സിമം എത്ര പേർക്ക് എത്തിക്കാൻ പറ്റിച്ചെങ്കിൽ അത്ര പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ പരിചയമുള്ള ഒരാളെ കാണാൻ വരെ ഇത് ഇത്ര സീരിയസ് ഉള്ള ഒരു സംഭവമായിരുന്നു എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയാ, എനിക്ക് കേട്ടിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നണ ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇത്രയും നിരുത്തരവാദിത്വം എന്നൊക്കെ പറയില്ലേ, ഭയങ്കരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ആരോഗ്യ മേഖലയുടെ ഭാഗത്തുനിന്നും ഭയങ്കരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് വലിയ ഒരു കാര്യമായിട്ട് ആരും ഒന്നും പുറത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഈ MMR വാക്സിനെ കുറിച്ചിട്ട്. അതായത് എല്ലാവർക്കും ഈ തൊണ്ടി വീക്കും മുണ്ടിനീര് എന്നൊക്കെ പറയില്ലേ, അത് വന്നിട്ടുണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വാക്സിനിലുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗവൺമെന്റ് ഈ MMR വാക്സിനിലത്തെ ഈ മംസിന്റെ വാക്സിൻ എടുത്തു കളഞ്ഞ് MR മാത്രമാണ് ഇപ്പൊ കൊടുക്കണത് എന്ന് എത്ര പേർക്ക് അറിയുന്നുണ്ട്? ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അറിയുന്നുണ്ട്? അവര് പറയുന്നത് ഒരു 3 കൊല്ലം മുമ്പാണ് ഇത് നിർത്തലാക്കിയത്. MR മാത്രമാണ് ഇപ്പൊ കൊടുക്കണത്. ഹെൽത്തിലത്തെ ആളുകളോട് വീടുകളിൽ ഇത് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായത് നമ്മുടെ ആശാവർക്കന്മാരൊക്കെ അവരൊക്കെ എത്ര വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരിക്കും? അല്ല, അപ്പൊ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല, അവർ വരണ അവർ വീണ്ടും വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം എത്ര പേര് അറിയാത്ത ഉണ്ടായിരിക്കും? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് നിർബന്ധമായിട്ട് എടുക്കണമെന്ന് അവരുടെ അടുത്ത് പറയണമെന്നാണ് ആരോഗ്യ മേഖലയിൽ ഉള്ള ആളുകൾക്ക് അറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത് എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും? വളരെ ചുരുക്കം പേരാണ് ഇത് അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ചോദിച്ചാൽ തന്നെ വളരെ ചുരുക്കം പേർക്കാണ് ഈ കാര്യത്തിനെ കുറിച്ചിട്ട് അറിവുണ്ടായിരുന്നുള്ളൂ. അതും ഈ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. അത് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടാ, വലിയവർക്കും വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ 4-5 പേർക്കായി വരുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അവർ പറയുമ്പോഴാണ് ഇതിന്റെ സീരിയസ്നെസ്സിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണത്. നമ്മുടെ പ്രത്യുൽപാദന ശേഷിനെ വരെ ബാധിക്കുന്ന അത്രയും വലിയൊരു സംഭവമാണ് ഇത്. ഇത്രയും വലിയൊരു കാര്യമായിട്ട് ഇവർ ഇതിന്റെ അവയർനെസ് ജനങ്ങൾക്ക് കൊടുക്കണത് ഞങ്ങൾ ഹെൽത്ത് ഒഫീഷ്യൽസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വിവരം കൊടുക്കാന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് വലിയൊരു വീഴ്ചയാണ് അതെന്ന് ആലോചിച്ച് നോക്ക്. പരസ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇലക്ഷൻ പ്രചരണത്തിന്റെ കാര്യം തന്നെ എടുത്തോ, എത്ര പൈസ ചെലവാക്കണു? ഒരു ഫ്രണ്ട് പേജ് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഒരു 100-ൽ 1 അംശം പോലും വേണ്ടാത്ത ഒരു കാര്യമാണ് ഇത്. ഒരു ദിവസമെങ്കിലും പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഇത് നമ്മൾ MR മാത്രമാക്കാണ്, നിങ്ങൾ നിർബന്ധമായിട്ടും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കണം, ഇത് കുട്ടികളുടെ ഭാവിനെ ബാധിക്കണ ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് അവയർനെസ് കൊടുത്തു വെച്ചെങ്കിൽ എത്ര പേര് രക്ഷപ്പെട്ടായിരുന്നു. ഇപ്പോ നിങ്ങൾ വിചാരിക്കണ അത്ര സിമ്പിൾ കാര്യമല്ല കേട്ടോ, അത് ഭയങ്കരമായിട്ടുള്ള സീരിയസ് ഉള്ള കാര്യമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഈ വീഡിയോ അയച്ചു കൊടുത്തോ, മാക്സിമം എല്ലാവർക്കും എത്തിച്ചോ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ വാക്സിൻ എടുത്തോളാം എന്ന് പറഞ്ഞോ, അവർക്കെങ്കിലും ഈ അസുഖം വരാണ്ടിരിക്കട്ടെ.